മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖം. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ രാവിലെ ഇന്നലെ കുറെ പഴം മേടിച്ചു കേട്ടോ. പഴം, ഏത്തപ്പഴം. മറ്റേ പേര് ഇങ്ങനെയാന്നൊരു പേര് പറഞ്ഞല്ലോ തമിഴത്തെ. ഈ തമിഴ്നാട്ടിലെ പഴം അത്. കർപ്പൂരവള്ളി എന്ന് പറഞ്ഞൊരു പഴം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പൊ അതങ്ങ് കറുത്തു പോയി കുറെ ചൂടുകൊണ്ടാ. അപ്പൊ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചു ഞങ്ങളത് പഴമെല്ലാം കൂടെ ഞെവിടി ഗോതമ്പ് പൗഡറൊക്കെ ഇട്ട്, ഗോതമ്പ് ഗുണ്ട്, നമ്മുടെ നാട്ടിലെ ഗോതമ്പ് ഗുണ്ടൊക്കെ ഉള്ളല്ലോ. ഒരു ചായ ഒരു കടി കൊടുന്ന് പറയുമ്പോൾ ഗോതമ്പ് ഗുണ്ട് വാങ്ങിക്കത്തില്ല, അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുക. കണ്ടോ, ബ്രൗൺ കളർ നല്ലതുണ്ട്. എണ്ണ ചെലവാ, എന്നാലും കുഴപ്പമില്ല. കണ്ടോ, ഗുണ്ടാവുണ്ട്. ഗോതമ്പ് ഗുണ്ട്. ഗോതമ്പ് മാവ്, ഗോതമ്പ് പൊടിയും ചെറിയ ജീരകം, പഞ്ചസാര, പഴം മിക്സിയിലിട്ട് അടിച്ച് അത് ഒഴിച്ച് കുഴച്ചു. അപ്പൊ നല്ല മയം കിട്ടും. നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ ഉണ്ടാക്കുമ്പോ ഉണ്ടാവും, നല്ല ഇത് ഒട്ടത്തുമില്ല. ഇച്ചിരി വെള്ളം തൊട്ട് എണ്ണയിലിടുക. എണ്ണയുടെ ദൂരെ നിൽക്കണം, അല്ലെങ്കിൽ അത് തെറിക്കും. അല്ല, നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. അപ്പം ഉണ്ട ചെയ്യുവാണെങ്കിൽ കണ്ടോ നിങ്ങളെ, അടിപൊളി. കുഴച്ച് കുറച്ചു നേരം വെച്ചു, അരമണിക്കൂർ. സോഡ പൗഡർ ഇട്ട് മാവ് കുഴച്ച് കുറെ നേരം വെച്ചിരുന്നു, ഒരു 10-25 നിമിഷം വെച്ചിരുന്നു. അപ്പൊ കുറച്ച് ഇത് കിട്ടും. ഇതൊക്കെയാണെന്ന് മനസ്സിലായ. ഗോതമ്പ് മാവും ചെറിയ ജീരകം, പഞ്ചസാര, പഴം മിക്സിയിലിട്ട് അടിച്ച്, ഒരു 6 പഴം മിക്സിയിലിട്ട് അടിച്ച്, കുടമാവും ശകല ഉപ്പും ചേർത്ത് കുഴച്ച് ഒരു 10-20 നിമിഷം വെച്ചു. എന്നിട്ട് ഇട്ടെടുക്കുക. ഈസി. ചൂടിന് പഴം ഇരുന്ന് കറുത്തു പോകുന്നു. അതുകൊണ്ട് നമ്മളെ കൊട്ടാരക്കര ഇരിക്കുമ്പോഴേ മൈലത്തായിരുന്നു ആദ്യത്തെ. ഇവിടെ കൊട്ടാരക്കരയായിരുന്നു, പിന്നെ അവിടുന്ന് മൈലത്ത്. അപ്പൊ ആ മൈലത്ത് പോയപ്പോ അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ടാവും. ഗോതമ്പ് കൊണ്ടുണ്ടാവും, ചൂടാവും. അതും ഭയങ്കര വലുതാ, വലിയ കൊണ്ട്. ഒരു 2 എണ്ണം തിന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ചോറൊന്നും വേണ്ട. നല്ലതായി. ഉണ്ടോ കേസ്? ഉണ്ടോ ചൂട്? മധുരം ഇച്ചിരി കുറവായിട്ടേക്കുന്നത്, ഷുഗർ ഉള്ളതുകൊണ്ട്. മധുരം കുറവാ, കുഴപ്പമില്ല. എന്നാലും നല്ല ജീരകത്തിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, മണമുണ്ട്. തലയാട്ടി അത് അറിയത്തില്ല. കൂട്ടാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ കഴിച്ചോണ്ടിരിക്കുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ മധുരം കൂടെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഷുഗറുകാർക്ക് ഇത്രയും മധുരം കഴിക്കാൻ പാടില്ല. അപ്പം ഗോതമ്പ് ഗുണ്ടിന്റെ മാവ് ഉണ്ട്, കണ്ടോ, ഇത് റെഡിയായത്. അത് എണ്ണ കിടക്കുന്നു.
അവിടെ എന്താ ഈ കളറ് കറക്റ്റ്. അപ്പൊ രണ്ടാമത്തെ കോരി എടുക്കുവാണ്. എണ്ണയൊന്നും ചെലവില്ല. എണ്ണ അധികം കുടിക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഒഴിച്ച എണ്ണ അങ്ങനെ ഇരിക്കും. ആ എണ്ണ കളയും വേണ്ട, നമുക്ക് ഉപയോഗിക്കാം അടുത്ത കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ 500 ട്രിപ്പിനൂടെ ഉള്ളു ഇല്ലേ? കടയിൽ അവര് ഒരെണ്ണം 10 രൂപ 15 രൂപ. ഈ അവിടെ കാഷ്യൂനട്ട്സ് കമ്പനി ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് ഉണ്ടാക്കുന്ന മൈലത്തൊരു 2 വലിയ ഇതുണ്ട് ആ പാലത്തിനപ്പുറത്ത് സൈഡ്. അപ്പൊ അവിടെ ജോലിക്കാരൊക്കെ ഇതാ കഴിക്കുന്ന കൂടുതലും ഉച്ചയ്ക്ക്. ഒരു ചായയും 2 ഗോതമ്പ് ഗുണ്ടും തിന്നു കഴിഞ്ഞാൽ അവർ വരുന്നത്. പിന്നെ അവർക്ക് ചോറും വേണ്ട ഒന്നും. ആ കടക്കാർ നല്ല ബിസിനസ്സാണ്. ഗോതമ്പ് ചീഞ്ചട്ടിയില് അങ്ങനെ വെന്തോണ്ടിരിക്കുക. ഒറ്റ ട്രിപ്പ് ഒരു 50 എണ്ണം മേലെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. വലിയ ഈസിയായ ജോലിയാണ്, വലിയ കഷ്ടമൊന്നും. പഴം വേണം കേട്ടോ, പഴമില്ലാതെ പഴവും ഒരു പഞ്ചസാരയും ജീരകവും. കർപ്പൂരവള്ളി. ആ കർപ്പൂരവള്ളി പഴം ഞാൻ കാണിക്കാം നിങ്ങളെ. കണ്ടേ കൂട്ടുകാരെ, കണ്ടോ? ഇതാണ് കർപ്പൂരവള്ളി. കണ്ടോ, കറുത്തുപോയി. ഈ വെയിലിന്റെ ചൂടുകൊണ്ട് അങ്ങനെ ആവുന്നതല്ല, വേറെ ആവാൻ ചാൻസേ ഇല്ല. കണ്ടോ, ഇതാണ് പഴം. കണ്ടോ, ബാലൻസ് വന്നത്. ഇതാണ് കർപ്പൂരവള്ളി. ഭയങ്കര മധുരം അത് കേട്ടോ. വേർത്ത് ഒഴുവാ, ചൂട്. മഴയില്ല, ഒന്നുമില്ല ബാംഗ്ലൂർ. ബ്രൗണായി അതാണ് കറക്റ്റ് പരുവം. എണ്ണ ഒട്ടും കുടിച്ചില്ല കണ്ടോ. ഒഴിച്ച എണ്ണ അങ്ങനെയുണ്ട്. കൂടിയ എണ്ണ ഒരു 3-4 കറണ്ട് എണ്ണ കുടിച്ചു ആ സ്പൂൺ. ഇത് പിന്നെ നമുക്ക് 2 ദിവസം വേണേലും വെച്ച് കഴിക്കാം. 2 അല്ല 3 ദിവസം. ചൂടിന് ഒന്നും ആവില്ല തോന്നുന്നു, അറിയില്ല. അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്ക്. ഫ്രീ ആയിരിക്കുമ്പോൾ വീട്ടില് വലിയ ഈസി ജോലിയൊന്നുമില്ല, വളരെ ഈസി. ഗോതമ്പ് പൊടി എടുക്കുക, നനയ്ക്കുക, പഴം അരച്ച് അതിലൂടെ ചേർക്കുക, ഇച്ചിരി ജീരകം ഇടുക. ഏലക്ക വേണ്ടിയവർക്ക് ഏലക്ക ഇടാം, ഞങ്ങൾ ഇട്ടില്ല. പഴം ഇതല്ലേലും വേറെ ഈ നമ്മുടെ നാട്ടിലെ പാളാന്തോളം പഴം അതൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഏത് പഴം നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ഇരിപ്പുണ്ടോ? പാളാന്തോടനോ പൂവമ്പഴമോ
ഉപയോഗിക്കാം, ഒന്നും ഒരു പ്രശ്നമല്ല. ടേസ്റ്റ് അടിപൊളിയാ കേട്ടോ. വേറെ കാര്യം വേറെ ലെവൽ. എല്ലാവരും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, കമന്റ് ഇടുക. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകളൊന്നും അധികം ഇടുന്നില്ല ഇപ്പം, നമുക്ക് വയ്യ, സുഖമില്ലാത്തതുകൊണ്ടാണ്. ക്രമേണ കൊണ്ട് വരും, കുറച്ച് ദിവസം കഴിഞ്ഞ് വീഡിയോകളൊക്കെ വരും. അപ്പം റെഡിയായ സാധനം എന്തായിരിക്കുന്നുണ്ടോ ഗേസ്? ഉണ്ടോ? ഇതാണ് ഉണ്ണിയപ്പം. ഗുണ്ട് സോറി, ഉണ്ണിയപ്പം അല്ല, ഗോതമ്പ് ഗുണ്ട്. എനിക്ക് ഉണ്ണിയപ്പം എന്ന് എപ്പോഴും വായി വരുന്നത്, അതുകൊണ്ട് അങ്ങനെ അറിയാതെ പറഞ്ഞത്, ക്ഷമിക്കുക. ഉണ്ണിയപ്പന്മാരെയാ ഇരിക്കുന്നത്, പക്ഷെ അതിന്റെ പേര് ഗോതമ്പ് ഗുണ്ട് എന്നുണ്ട്. അതുകൂടെ ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി തീർന്നു. അപ്പം പഴം ഇതാണ്. പഴം ഞാൻ കാണിച്ചു നിങ്ങളെ ആൾറെഡി. കർപ്പൂരവള്ളിപ്പഴം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ എല്ലാം കിട്ടും, ബാംഗ്ലൂർ കാശ് കൊടുത്താൽ എല്ലാ സാധനവും കിട്ടും, പക്ഷെ പൈസ കൊടുക്കും. പൈസ എല്ലാം ഒന്നും പറ്റില്ല. കാശെത്താൻ കടവുളപ്പ. വേർക്കും ഷുഗറൊക്കെ ഓടും. ഇവിടുത്തെ ഷുഗറൊക്കെ ഓടിക്കും. മനുഷ്യൻ സുസ്ഥായി പോകുന്ന കേസ് ഇവിടെ വളരെ തളർച്ച ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കൊണ്ട് നമ്മൾ വെള്ളം പറ്റും. അപ്പൊ നമ്മൾ വെള്ളം കുടിച്ചോണ്ടേയിരിക്കണം. ഒഴിവ്, അതാണ് ഇപ്പൊ ഒഴിവ് എന്റെ ദേഹത്ത് ഈ യാത്ര ചെയ്യുമ്പോഴാണ് കഷ്ടം. വീട്ടിനുള്ളിൽ നമ്മൾ അറിയത്തില്ല. ഈ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ AC ഇല്ലെങ്കിൽ തീർന്നു. അങ്ങനെ ഏകദേശം തീരാറായി എടുക്കുവാണ്. ഫൈനൽ ഒഴിച്ച എണ്ണ നമുക്ക് അങ്ങനെയുണ്ട്. അത്ര എണ്ണ ഒഴിച്ചോളൂ, കുടിക്കുന്നില്ല. അതെന്താന്നറിയില്ല, എണ്ണ കുടിക്കുന്നില്ല. അതെ, മൈദ അല്ലേ അന്നേ കുടിക്കുമായിരിക്കും അല്ലേ? ഗ്യാസ് ആക്കി. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഞങ്ങൾ മാറ്റുവാണ്. ഇതാണ് ഫൈനൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല കളർഫുള്ളാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് വീഡിയോ കാണുന്നതിന്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പം കണ്ടോ, ഒരെണ്ണം മുറിച്ചേക്കുന്ന കണ്ടോ? ആഹാ, പഞ്ഞി പോലുണ്ട്, പൂ പോലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ കഴിച്ചിട്ട് പറ ടേസ്റ്റ്.